ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഫ്രൂട്ട് കസ്റ്റേർഡും അതുപോലെ തന്നെ കസ്റ്റേർഡ് പുഡിങ്ങും ഒക്കെ. അപ്പോൾ അതിന് വേണ്ട കസ്റ്റേർഡ് പൗഡർ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മൾ കസ്റ്റേർഡ് പൗഡറൊക്കെ വാങ്ങുമ്പോഴത്തേക്കും കുറച്ച് കൂടിയ പ്രൈസിലാണ് വാങ്ങാറുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ വീട്ടിൽ തന്നെ കസ്റ്റേർഡ് പൗഡർ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതൊരളവിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന ഒരു ജാറ് വേണം നമ്മൾ ഇതിന് വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാകുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മുടെ കയ്യിലുള്ള ജാറൊക്കെ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലാണ് ഞാനിത് പറയുന്നത്. കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഈ കസ്റ്റർഡ് പൗഡർ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി വലുപ്പമുള്ള ജാർ എടുക്കാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതായത് നല്ലതുപോലെ പൗഡറാക്കി ഒന്ന് എടുക്കണം. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റിലെ നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നല്ലതുപോലെ ഇത് പൗഡറായി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ചേരുവകളൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പഞ്ചസാരയുടെ തരി അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഫസ്റ്റിലെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ പാൽപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഈ പാൽപ്പൊടി നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഇതുപോലെ ഈ അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1 കപ്പിൻ്റെ അളവിൽ, അതായത് 250 ml കപ്പാണ് കേട്ടോ. ഈ കപ്പിലാണ് 1 കപ്പ് അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടി. അതായത് നമ്മളിപ്പോൾ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, അതേ അളവിന് തന്നെ 1 കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്തേക്കണം. കോൺഫ്ലോറിന് പകരം നമുക്ക് വേറെ ഒന്നും ചേർക്കാൻ വേണ്ടി പറ്റില്ല. ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാതെ നമ്മളിതിലേക്ക് ചേർത്തേക്കണം. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വാനില എസൻസും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് എസൻസ് ചേർക്കാനായിട്ട്. നമ്മളിപ്പോൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ഏത് ഫ്ലേവറാണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ വാനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ഏലക്കയുടെ ഒരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വാനില എസൻസിൻ്റെ ആ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് വേണം കൂടുതലോ കുറവോ ചേർക്കാനായിട്ട്. ഇതിപ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവറാണ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് യെല്ലോ ഫുഡ് കളറും കൂടി. നമ്മുടെ കസ്റ്റേർഡ് പൗഡർ എപ്പോഴും ഒരു ലൈറ്റ് ആയിട്ടുള്ള യെല്ലോഷ് കളറിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് കളർ അല്ലാന്നുണ്ടെങ്കിൽ പകരം നമ്മുടെ കയ്യിലുള്ള പൗഡർ ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇനി പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡ് പൗഡറെല്ലാം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ കസ്റ്റർഡ് പൗഡർ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചതിന് ശേഷം ഒരു 7-8 ബോട്ടിലാക്കി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 7-8 മാസം വരെ ഇത് കേടാകാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഇതെല്ലാം തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കസ്റ്റർഡ് പൗഡർ വെച്ചിട്ട് ചെറിയൊരു മിൽക്ക് ഷേക്കും കൂടി തയ്യാറാക്കി കാണിക്കാം. അതുപോലെ തന്നെ ഇതിന് മുമ്പും കസ്റ്റർഡ് പൗഡർ വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കസ്റ്റേർഡ് പുഡിംഗ് ആണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട് കസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് കണ്ട് നോക്കിയേക്കണം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കസ്റ്റർഡ് പൗഡറെല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല രീതിയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കിനി കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം.
ഏകദേശം 300 ml പാലാണ് വെച്ചിട്ടുള്ളത്. അതിന് 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം നമുക്ക് കസ്റ്റർഡ് പൗഡർ മതിയാവും. ഇതിലേക്ക് ഒരല്പം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാലല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഈ പാലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പാലിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഒന്ന് കലക്കി കൊടുക്കണം. അതായത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ള കസ്റ്റർഡ് പൗഡറും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കട്ടി കിട്ടിക്കോളും. അപ്പോൾ ഇതിലും കുറച്ചുകൂടി കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അതിനനുസരിച്ചിട്ട് കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് പൊടിച്ചെടുത്തതും കൂടിയാണ്. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് പിസ്തയൊക്കെ ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് ഏതെങ്കിലും ഒന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ചൂടാണ്. ഈ ചൂട് മാറിയതിന് ശേഷം നമുക്കൊന്ന് റൂം ടെമ്പറേച്ചറിലായിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിലൊന്ന് തണുപ്പിക്കാം. അതിന് ശേഷം പിന്നെ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും വീട്ടിലെല്ലാവരും ഒന്ന് കസ്റ്റർഡ് പൗഡറൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ ഇതുപോലൊരു മിൽക്ക് ഷേക്കും കൂടി തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.